ഇതെൻ്റെ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് എക്സ്പീരിയൻസ് ആണ് ഈ പറയണത്. എല്ലാ പ്രാവശ്യത്തെയും പീരിയഡ്സിന് ആദ്യത്തെ ദിവസം ഒരു ഉച്ച വരെ നല്ല വേദനയും ഛർദിലും ഒക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു വിധത്തിൽ മക്കളെ പറഞ്ഞു വിട്ടു. മാഗിയാണ് മക്കൾക്ക് അപ്പോൾ രാവിലെ കൊടുത്തത്. ഉച്ചയ്ക്കും അതേ സാധനം തന്നെ റിപ്പീറ്റ് അടിച്ച് വരുമ്പോൾ ഒരു അരോചകത്വം ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചോറ് വാങ്ങാൻ വേണ്ടി വന്നേക്കണാണ്. വേറെ എവിടെയല്ല, പത്തനംതിട്ട കുമ്പഴ റൂട്ടിൽ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ വകയായിട്ട് ഒരു ചേച്ചി കൊണ്ടുവന്ന് പൊതി തരുന്നുണ്ട്, പൊതിച്ചോറ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇന്ന് വന്നേക്കുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിൽ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഉള്ളത് പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കില്ല. ഇത് രണ്ടാമത്തെ ട്രിപ്പാണ്. ആദ്യത്തെ ട്രിപ്പ് തീർന്നിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. തുറക്കുന്ന സാധനം കാണിക്കണം എന്നുള്ളത് വിശപ്പ് മറന്നുപോയി. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് കാരണോണ്ട് മറന്നുപോയി. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. കായയും പയറുടെ തോരന്, ഒരു മധുരമുള്ള കറി, അതിൻ്റെ പേരെനിക്ക് പറയാൻ അറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നെല്ലിക്ക അച്ചാർ, പിന്നെ സാമ്പാർ, മോരുകറി, മീൻ കറി, ഇങ്ങനെ സാധനങ്ങൾ പലവിധമുണ്ട്. അയലമീനായിരുന്നു തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് കുറേ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല, സൂപ്പർ ഫുഡാണ്. അപ്പം ഇത് കഴിച്ച എക്സ്പീരിയൻസ് ചെയ്യാൻ പറയണതാണ്. പത്തനംതിട്ട വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് 100 രൂപയാവുള്ളൂ ഈ ഒരു പൊതി വാങ്ങുന്നതിന്. 100 രൂപയുടെ പൊതിയിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചോറും, നല്ല ചോറ് തന്നെയാണ്, നല്ല ചോറും അതിൻ്റെ കറികളും കൂട്ടാനും എല്ലാം കൊണ്ട് നല്ല ടേസ്റ്റുമാണ്. വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അതും, മോശം ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ അതും പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.